ഗ്രൂപ്പ് താൽപര്യം സംരക്ഷിക്കാൻ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പോലും വെട്ടിലാക്കിയ സംസ്ഥാന നേതാക്കൾ പരിങ്ങലിൽ. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വരുന്നില്ലെന്ന് വന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലാണ് കോൺഗ്രസ് ഘടകകക്ഷി നേതാക്കൾ. രാഹുൽ വല്ലാത്ത അവസ്ഥയിലാണ് സംസ്ഥാന നേതാക്കളെ എത്തിച്ചത്. പ്രത്യേകിച്ച് CPM-ന്റെ സമ്മർദ്ദം മൂലം രാഹുൽ വയനാട് മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറിയെന്ന പ്രചരണം കോൺഗ്രസിന്റെ അടിത്തറ തന്നെ തകർത്ത നിലയിലാണ്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന സ്ഥിതിയിലാണ് സംസ്ഥാനത്തെ നേതാക്കൾ. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ ഇക്കാര്യത്തിൽ ശക്തമായ വിമർശനമാണ് പാർട്ടിയിൽ ഉയരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിൽക്കുന്ന സമയത്ത് BJPക്ക് ഇത് വലിയ നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ പരസ്യ നിലപാട് വേണ്ടെന്നാണ് പലരുടെയും അഭിപ്രായം. CPM-നോട് പരാജയപ്പെട്ടതിലല്ല, അത് വലിയ പ്രചരണമാകുന്നതിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്കും ഒപ്പം CPM-നും ആശങ്കയുണ്ട്. BJPയുടെ പ്രധാന പ്രചരണമായിരിക്കും ഈ വിഷയം. നേരത്തെ തന്നെ അവർ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം CPM-ന്റെ സമ്മർദ്ദമാണ് ഈ പിന്മാറ്റത്തിന് വഴിതെളിച്ചതെന്ന പ്രചരണം കൂടി ശക്തമായാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇരുകൂട്ടരും ഭയപ്പെടുന്നു. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വലിയ ശക്തി ഇല്ലാതിരുന്ന BJPക്ക് ആ അവസരം ഇതിലൂടെ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തുവെന്നാണ് CPM-ന്റെ ആരോപണം. ചുരുക്കത്തിൽ രാഹുൽ വന്നില്ലെങ്കിൽ അത് LDF-നും UDF-നും വലിയ തിരിച്ചടിയാകും. മുല്ലപ്പള്ളി രാമചന്ദ്രനെ വെട്ടാനുള്ള ഉമ്മൻചാണ്ടി രമേശ് ദ്വയത്തിന്റെ ഗൂഢനീക്കത്തിന് വലിയ തിരിച്ചടിയാണിതെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിന് മങ്ങലേറ്റത് തിരഞ്ഞെടുപ്പിൽ ബാധിക്കാതിരിക്കാൻ UDF നീക്കം തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം സൃഷ്ടിച്ചതിൽ മുന്നണിയിലെ ഘടകകക്ഷികൾ തീർത്തും അതൃപ്തരാണ്. തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായതിൽ മുന്നണിയിൽ പൊതുവെ ആശങ്കയുണ്ട്. എന്നാൽ അടുത്ത ദിവസങ്ങളിലെ ശക്തമായ പ്രചരണത്തിലൂടെ ഇത് മറികടക്കാനാകുമെന്നാണ് കോൺഗ്രസിലെ അഭിപ്രായം. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാനത്ത് ഇത്രയേറെ ചർച്ചയാക്കിയതിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തിയുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഒരു വലിയ വിഷയമാക്കേണ്ടതില്ലെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച വിജയ സാധ്യതയ്ക്ക് പകരം ഗ്രൂപ്പിന് പ്രാധാന്യം നൽകിയതാണ് ഈ പ്രതിസന്ധിക്കൊക്കെ കാരണമായതെന്ന അഭിപ്രായമാണ് അവർക്കുള്ളത്. ഇതൊക്കെയാണെങ്കിലും രാഹുൽ കൈയൊഴിഞ്ഞാൽ അത് പൊതുവിലുണ്ടാക്കുന്ന നിരാശ മറികടക്കുന്നതിനുള്ള വഴികളാണ് അവരും ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇനി രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചില്ലെങ്കിൽ അവിടെ പകരം ഒരു മുതിർന്ന നേതാവിനെ നിർത്തണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. കഴിയുമെങ്കിൽ ഗ്രൂപ്പിന് അതീതനായ ഒരു വ്യക്തിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യം. എന്നാൽ സിദ്ദിഖിനെ തന്നെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് A ഗ്രൂപ്പ് നടത്തുന്നത്. വയനാട് സീറ്റുമായി ബന്ധപ്പെട്ട ഉയർന്ന വിഷയങ്ങൾ വടകര മണ്ഡലത്തെ ബാധിക്കാതിരിക്കാനും പാർട്ടി നേതൃത്വം വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പിന്മാറ്റം ഉണ്ടാക്കിയതിനേക്കാൾ സംസ്ഥാന നേതാക്കളെ വലയ്ക്കുന്നത് CPM-ന്റെ സമ്മർദ്ദം മൂലം രാഹുൽ ഗാന്ധി പിന്മാറി എന്നതാണ്. ഇത്തരം പ്രചരണം കേരളത്തിൽ രാഷ്ട്രീയമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കോൺഗ്രസിൽ അഭിപ്രായമുണ്ട്. സംസ്ഥാന കോൺഗ്രസ് നേതാക്കളെക്കാൾ CPM-ന്റെ അഭിപ്രായത്തിനാണ് രാഹുൽ ഗാന്ധി പ്രാമുഖ്യം നൽകുന്നത് എന്ന് വരുന്നത് സംസ്ഥാന നേതാക്കൾക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കുക. അത് തിരഞ്ഞെടുപ്പിലാകെ പ്രതിഫലിക്കുമെന്നും ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ പിന്മാറിയാൽ അത് CPM-ന്റെ സമ്മർദ്ദം കൊണ്ടല്ല എന്ന ശക്തമായ പ്രചരണം നടത്താൻ ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. തങ്ങൾ ഉൾപ്പെടെ പ്രമുഖമായ എല്ലാ ഘടക കക്ഷികളുമായി സംസാരിച്ച ശേഷം ഒടുവിൽ രാഹുൽ ഗാന്ധി പിന്മാറുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ഘടകകക്ഷികൾക്കുള്ളത്. രാഹുൽ ഗാന്ധി മത്സരത്തിൽ ഉണ്ടാകുമെന്ന പ്രചരണം അണികളിൽ ഉണ്ടാക്കിയ ആവേശം കടലോളം വലുതാണ്. ആ അവസരത്തിൽ രാഹുൽ വരില്ലെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന നിരാശ അതിലും വലുതായിരിക്കും. അത് തിരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെ എല്ലാത്തിനെയും ബാധിക്കും. അത്തരത്തിൽ ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് ലീഗിന്റെ നിലപാട്. ആരാണ് മത്സരിക്കുന്നതെങ്കിലും അത് പ്രഖ്യാപിക്കുന്നതിന് ഇനി അധികം വൈകരുതെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അതുണ്ടാക്കിയ പ്രതിസന്ധി മാറ്റി പ്രചരണ രംഗത്ത് സജീവമാകാൻ കഴിയുമെന്നാണ് ഘടകകക്ഷികളുടെ അഭിപ്രായം. വയനാട് മണ്ഡലത്തിൽ ലീഗിന് വലിയ സ്വാധീനമുണ്ട്. അവരുടെ സഹായം മണ്ഡലത്തിലെ വിജയത്തിന് അനിവാര്യവുമാണ്. പ്രചരണ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കേണ്ടത് അവരും കൂടിയാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കണമെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നത് വലിയ പ്രതിസന്ധിക്ക് വഴിവെക്കുമെന്ന് ഘടകകക്ഷികൾ ഒന്നാകെ പറയുന്നു.
കോൺഗ്രസിന്റെ തുടക്കം മുതലുള്ള നിലപാടിൽ പലർക്കും അതൃപ്തിയുണ്ട്. എന്നാൽ ഇപ്പോൾ അവർ പരസ്യമായി ഒരു പ്രതികരണത്തിനും തയ്യാറാകില്ല. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഇത്രയും ചർച്ചയായതിന്റെ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട്. കേരളത്തെ പോലെ തമിഴ്നാടും കർണാടകയും രാഹുൽ അവിടെ നിന്നും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇവർ ഇത്തരത്തിൽ ഒരു പരസ്യ ചർച്ച ഉണ്ടാക്കിയില്ല. ഇത് ശരിയല്ലെന്ന് ദേശീയ തലത്തിലുള്ള സംസ്ഥാനത്തെ ചില ഉന്നത നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. എന്തായാലും രാഹുൽ പിന്മാറിയാൽ അതുണ്ടാക്കുന്ന നഷ്ടം കുറച്ചുകൊണ്ട് അണികളുടെ ആവേശം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് എല്ലാ കോണുകളിൽ നിന്നും നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.